ഇത് വളരെ സത്യമായ ഒരു കാര്യം തന്നെയാണ്. ബി ജെ പിക്ക് ഈ കേരളത്തിലെ ഏറ്റവും നല്ല വളർച്ചയുള്ള പാർട്ടി ബി ജെ പി തന്നെയാണ്. ഏത് പഞ്ചായത്ത്, ഏത് വില്ലേജിൽ പോയാലും ഒരു കുറച്ചധികം ബി ജെ പിക്കാരെങ്കിലും ഉണ്ട് എന്നുള്ളൊരവസ്ഥയിൽ കേരളം എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർക്കിതിനകത്ത് ജയിക്കാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ കേരളത്തിൻ്റെ ഈ ജനസംഖ്യാപരമായ പ്രത്യേകതയാണ്. വളർച്ച ഉണ്ട് എന്ന് പറയുന്നോണം തന്നെ, ആളുണ്ടെന്ന് പറയുന്നോണം തന്നെ എല്ലായിടത്തും എതിർപ്പുമുണ്ട്. അത് മതപരമായ എതിർപ്പാണ്. ഈ ക്രിസ്ത്യൻ, മുസ്ലിം. ഇപ്പോൾ ബി ജെ പി ഇതിനകത്ത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളുടെ ഒരു പിന്തുണ അവർക്ക് വേണം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഹിന്ദുക്കളുടെ അതായത് ഒരു കേരളം ഭരിക്കാൻ ഒരു 40% അടുപ്പിച്ച് വോട്ട് മതി കേരളം ഭരിക്കാൻ. അവർക്ക് ഏകദേശം 20% വോട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി ഒരു വളർച്ച ഹൈന്ദവ സമുദായത്തിൽ അവർക്കൊരു 30% വരെയൊക്കെ വളർന്നിട്ട് പിന്നെ അല്ലാത്ത ഒരു 10% വോട്ടൂടെ പിടിച്ചാൽ ഇവർക്കിത് ഭരിക്കാൻ പറ്റും. പക്ഷേ അതൊരു ബാലികേറ മലയാണ്. ഇപ്പം ഈ ക്രിസ്ത്യാനികൾക്കിടയിൽ തന്നെ ഈ പലരും ഇതിനോടൊന്നും വിയോജിപ്പുണ്ട്. എന്നുവെച്ചാൽ അത് ഈ മെത്രാന്മാരുടെയും പള്ളിയിലച്ചന്മാരുടെയൊക്കെ കളിയാണ്. യുവന്മാരിത് 2 രീതിയിൽ പറഞ്ഞു കൊടുക്കും. അവന്മാർ ഭയങ്കര ബുദ്ധിയുള്ളവന്മാരല്ലേ, ഇവർക്കിതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ചില ബെൽറ്റുകളിലൊക്കെ കുറച്ച് ബി ജെ പിക്ക് അനുകൂലമായ രീതിയിൽ, അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിക്കൊക്കെ കുറേ വോട്ടൊക്കെ കിട്ടിയായിരുന്നു. വേറെ പല സ്ഥലങ്ങളിലും ഒരു കൃത്യമായ ബി ജെ പി വിരുദ്ധത തന്നെ പറഞ്ഞു കൊടുക്കും. ഈ കുഞ്ഞാടുകൾ അച്ഛന്മാർ പറയുന്ന, ഇടയൻ പറയുന്ന അതുപോലെ തന്നെ കേൾക്കുന്നവരാണ് പലരും. ഇവർക്ക് സൈക്കോളജി കയറി ഒരു പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾക്ക് ബീഫ് തിന്നാൻ പറ്റത്തില്ല, മതം മാറ്റാൻ പറ്റത്തില്ല, ഓരോ ഉദാഹരണങ്ങളൊക്കെ എടുത്ത് അങ്ങനെ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. അപ്പം ഈ 2020 ഇവരുദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ ജോസ് കെ മാണി ഇപ്പോഴൊന്നും ബി ജെ പിയിൽ വരത്തില്ല. അപ്പം ഈ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ മടിച്ച് നിൽക്കുന്ന ക്രിസ്ത്യാനികളെ അവരുടെ വോട്ട് 2020 സമാഹരിക്കുക എന്നുള്ളൊരു ടെക്നിക്കാണ് ബി ജെ പി ഉപയോഗിക്കുന്നത്. അങ്ങനെ എൻ ഡി എക്ക് കുറച്ചുകൂടെ വോട്ട് കൂട്ടുക. അതായത് ബി ജെ പിക്ക് വോട്ട് കൊടുക്കത്തില്ല, പക്ഷെ 2020 കൊടുക്കാം. 2020 നമ്മുടെ സാബുച്ചാൻ്റെ പാർട്ടിയില്ലയോ, അപ്പം പേടിക്കണ്ടല്ലോ, ആ ഒരിതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പം കണ്ടറിയാം. അപ്പം ഗോവയിലൊക്കെ കാണുന്നത് പോലെ, ഇപ്പോൾ ഗോവയിൽ 25% ക്രിസ്ത്യാനികളുണ്ട്. ആ ഗോവ ബി ജെ പിയാണ് ഭരിക്കുന്നത്. അതാണ് അവർ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത്. ക്രിസ്ത്യൻ